Recursion. Recursion is a programming technique in which a function calls itself. ഒരു ഫംഗ്ഷൻ അതിനെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കേഷൻ എന്ന് പറയുക. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ പ്രോബ്ലത്തിൻ്റെ സബ് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അത് സോൾവ് ചെയ്യാനും മറ്റുമാണ് റിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തെയൊക്കെ പല മോഡ്യൂളുകളായിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് അത് റിക്കേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും യൂസിങ് റിക്കേഷൻ ടെക്നിക്ക്. ഇതിന് എങ്ങനെയാണ് റിക്കേഷൻ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. റിക്കേഷന് പ്രധാനമായിട്ട് രണ്ട് കോമ്പോണൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ബേസ് കേസ്, ദെൻ റിക്കേസീവ് കേസ്. അപ്പോൾ പ്രോഗ്രാമിൽ ബേസ് കേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കേഷൻ ഞാൻ പറഞ്ഞു ഫ്രീക്വൻ്റ് ആയിട്ട് കോൾ ചെയ്യുന്നതിന് അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ ദാറ്റ് സ്റ്റോപ്സ് ദ റിക്കേഷൻ, ആ റിക്കേഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്ന കാര്യം നമ്മൾ ബേസ് കേസിലാണ് സെറ്റ് ചെയ്യുക. ദെൻ റിക്കേസീവ് കേസ്. റിക്കേസീവ് കേസ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും അത് നമ്മൾ ലൂപ്പ് പോലെ ചെയ്തെടുക്കത്തില്ലേ, ദ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് വിത്ത് എ സ്മോളർ പ്രോബ്ലം, ആ ഒരു പാർട്ടിനെ നമ്മൾ റിക്കേസീവ് കേസ് എന്നാണ് പറയുക. ഓക്കെ, ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഇതിനകത്ത് നോക്കി ബേസിക് ആയിട്ടുള്ള ഒരു റിക്കേഷൻ്റെ പ്രോഗ്രാമാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്നുണ്ട്. ദെൻ വോയിഡ് ഫംഗ്ഷൻ ഇൻറ്റ് എൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ് കേട്ടോ. ദെൻ അത് ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇഫ് എൻ ഈക്വൽ ടു 0, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു നമ്പർ അത് 0 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ബേസ് കേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എവിടെ റിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ 0 എന്ന് പറഞ്ഞ് എത്തുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യൂ എന്ന് പറയണം. ഇതിനകത്ത് പിന്നെ നമ്മൾ പറയുന്നത് പ്രിൻ്റ് ഓഫ് എൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ എൻ എന്നുള്ളൊരു വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറയണം. ദെൻ ഫംഗ്ഷൻ n-1. n- എന്ന് പറഞ്ഞാണ് റിക്കേസീവ് കേസ്. റിക്കേസീവ് കേസ് വീണ്ടും വീണ്ടും അത് ലൂപ്പ് പോലെ നമ്മൾ വീണ്ടും അതേ ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു നമ്പർ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നമ്പർ, അതിൻ്റെ നെക്സ്റ്റ് നമ്പർ, അങ്ങനെയുള്ള കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്കറിയാം പ്രോഗ്രാമിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും ഇൻറ്റ് മെയിനകത്താണെന്ന് അറിയാം അല്ലേ. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേസിക്കലി നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നമ്പേഴ്സ് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. റിക്കേഷൻ ഓർഡറിൽ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. സോ ഇവിടെ ഞാൻ ഫംഗ്ഷൻ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ നമ്മൾ ആദ്യം ഈ 5 എന്ന് കിട്ടിയ ഉടനെ തന്നെ അത് ആദ്യം പോയിട്ട് ചെക്ക് ചെയ്യും എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞു. നത്തിങ്, ഒന്നും ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫംഗ്ഷൻ റിട്ടേൺ 0 എന്ന് പറയുന്നുണ്ട് അല്ലേ. 5 എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഇൻറ്റു മെയിനകത്ത് കയറി ഫംഗ്ഷൻ 5 ദെൻ റിട്ടേൺ 0, ഇത്ര മാത്രമാണ് ഫസ്റ്റ് പ്രോഗ്രാമിൽ നമുക്ക് കൊടുത്ത ഉടനെ കിട്ടുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഇത് റീഡ് ചെയ്തു, ഫംഗ്ഷൻ 5 ആണ്. അപ്പോൾ 5 എന്നുള്ളൊരു നമ്പർ ഉണ്ട്, അത് ഫംഗ്ഷനിലോട്ട് കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ഇത് നേരെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഇത് ഫസ്റ്റ് ഇതിൻ്റെ കൺട്രോള് ഇങ്ങോട്ട് പോകും. ഓക്കെ, വോയിഡ് ഫംഗ്ഷനിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി നമുക്ക് എന്തുണ്ട്, നമുക്ക് 5 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഇൻറ്റ് എൻ എന്നുള്ളത് നമുക്ക് അവിടെ 5 ആയി അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് അത് ചെക്ക് ചെയ്യും 5 ഈക്വൽ ടു 0 ആണോ അല്ല, 0നോട് ഈക്വൽ അല്ലല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യാനില്ല, നേരെ ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വന്നു. അതിനകത്ത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, പ്രിൻ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ വാല്യൂ 5 ആയതുകൊണ്ട് നമ്മൾ ആ 5 അതുപോലെ അങ്ങോട്ട് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. അതിനുശേഷം ആ ഫംഗ്ഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫംഗ്ഷൻ n-1 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. n-1 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 5 - 1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ 5 - 1 എന്തായി, അപ്പോൾ ഫംഗ്ഷൻ്റെ നമ്പർ എന്തായി, നമുക്ക് 5 - 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 എന്നായി. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഓഫ് 4 ആയിട്ട് അത് അപ്ഡേറ്റ് ആയി. ഓക്കെ, അപ്ഡേറ്റ് ആയി. അവിടെ കഴിഞ്ഞില്ല, വീണ്ടും ഇൻറ്റു മെയിൻ ഇവിടെ ചെയ്തു. ഇപ്പം നമുക്ക് എന്തായി, ഫംഗ്ഷൻ ഓഫ് 4ൻ്റെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ 4 നമുക്ക് ഇവിടെ റിട്ടേൺ 0 ആണ്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഇതിൻ്റെ കൺട്രോള് ഇതിലോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ വോയിഡ് മെയിനിൽ നമുക്കിപ്പോൾ ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ കിട്ടിയ. ദെൻ നമുക്കിപ്പോൾ 4 ഈക്വൽ ടു 0 ആണോ അല്ല, അപ്പോൾ അത് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ നേരെ അതിനെ പ്രിൻ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് 1 by 1 3 2 1 എല്ലാം ചെയ്തെടുക്കും കേട്ടോ. ഇനി ഫൈനലി എന്താണ്, ആ പിന്നെ നമുക്ക് 1 പ്രിൻ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും, ആ 1നെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ അപ്ഡേഷൻ 0 ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 0 ഈക്വൽ ടു 0 ആണെങ്കിൽ യെസ്
പിന്നെ നമുക്കൊന്നും പ്രിന്റ് ചെയ്യാനില്ല. അതോടുകൂടി നമ്മൾ അവിടെ ആ പ്രോഗ്രാം അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അതാണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. അപ്പോൾ റിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ അതേ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ റിക്കേഷനിൽ രണ്ട് സെറ്റ് ഓഫ് കേസസ് ഉണ്ട്. ഒന്ന് ബേസ് കേസും ദെൻ അതർ വൺ ഈസ് റിക്കേഴ്സീവ് കേസും. ഓക്കെ, ബേസ് കേസ് എന്ന് പറയുന്നത് ഈ ഒരു അതായത് നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യണം, റിക്കേഷൻ എവിടെ നിർത്തണം എന്നുള്ള കാര്യങ്ങൾ ബേസ് കേസിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ റിക്കേഴ്സീവ് കേസ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്, ആ ലൂപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിക്കേഴ്സീവ് കേസിൻ്റെ പാർട്ടിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമ്പിൾ പ്രോഗ്രാം നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. തിയറി മാത്രം എഴുതിയാൽ പോരാ, ഈ ഒരു പ്രോഗ്രാമും കൂടെ പഠിക്കണം. ഓക്കെ, ഇനി ഒരു പ്രോഗ്രാമും കൂടെ നമുക്ക് നോക്കാം. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ദെൻ ഇതിനകത്ത് ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഇൻക്ലൂഡ് conio.h ഇൻറ്റു ഫാക്ട് n എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ വോയിഡ് മെയിൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫാക്ട് n എന്നൊരു ഫാക്ടോറിയൽ അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഫാക്ടോറിയൽ n എപ്പോഴും ഇൻറ്റിജർ നമ്പറിലായിരിക്കണം. അതുകൊണ്ട് അവിടെ നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ വോയിഡ് മെയിനകത്ത് കയറി, പിന്നെ വോയിഡ് മെയിൻ നമ്മൾ ഡയറക്റ്റായി കൊടുക്കണ്ട, ഈ പ്രോഗ്രാം ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി. ദെൻ ആ വോയിഡ് മെയിനകത്ത് കയറിയ ശേഷം നമ്മൾ ഇൻറ്റ് n, f എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് n എന്തിനാണ്, നമുക്ക് ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് കാണേണ്ടത് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ n എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. f എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ f എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ നമ്മളോട് ചോദിക്കണം പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഹൂസ് ഫാക്ടോറിയൽ യു വാണ്ട് ടു കാൽക്കുലേറ്റ്. നിങ്ങൾക്ക് ഏത് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളോട് ചോദിക്കണം. ദെൻ സ്കാനഫിനകത്ത് മോഡ് ഡി ആൻഡ് n എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ n എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പർ കൊടുത്തു. അപ്പോൾ എനിക്ക് ഏതൊരു 5ൻ്റെ ഫാക്ടോറിയലാണ് എനിക്ക് കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാൻ ആ നമ്പർ അതിനകത്തോട്ട് സേവ് ചെയ്തു. ദെൻ പിന്നെ അടുത്തത് നോക്കി, എഫ് ഈസ് ഈക്വൽ ടു ഫാക്ട്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, അതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട കാര്യം ഫാക്ടോറിയൽ ഓഫ് n ആണ് എഫിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ പ്രിന്റ് എഫിനകത്ത് ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു എഫ്. അപ്പോൾ എഫ് എന്നുള്ളതിൻ്റെ ഫാക്ടോറിയൽ കണ്ടിട്ടുള്ള ആൻസറാണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതിനുശേഷം ഗെറ്റ് CH. ഇതാണ് വോയിഡ് മെയിനിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇനി ഫാക്ടോറിയൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. ദെൻ ഇൻറ്റിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻറ്റ് ഫാക്ട് ഇൻറ്റ് n. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ n ഉണ്ടല്ലോ, ഈ n എന്ന് പറയുന്ന സംഭവം നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തു, ഇതിൻ്റെ ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഫാക്ട് എന്നുള്ള ഫംഗ്ഷൻ്റെ ബ്രേസസ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇഫ് n ഈക്വൽ ടു 0, മുൻപ് നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ. ആദ്യം എന്താണ്, ബേസ് കേസ് നമ്മൾ സെറ്റ് ചെയ്യണം, എവിടെ ആ ഫാക്ടോറിയൽ നിർത്തണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇഫ് n ഈക്വൽ ടു 0 ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല, റിട്ടേൺ 0. ഓക്കെ, അതിൽ ബ്രേസസ് ഓപ്പൺ ചെയ്ത് റിട്ടേൺ 0. അതേ പ്രോഗ്രാം ഇതുപോലെ അവിടെ അങ്ങോട്ട് എഴുതി വെക്കാം. ദെൻ എൽസ്, ഇനി അതല്ല, ഇത് ഫാക്ടോറിയലാണ് ഓർക്കണേ. ഇഫ് n ഈക്വൽ ടു 1 ആണ്, ഇനി നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന നമ്പർ n 1 ആണെങ്കിൽ നിങ്ങൾ 1 എന്ന് പറഞ്ഞിട്ട് വേണം അവിടെ റിട്ടേൺ ചെയ്യാൻ. ഓക്കെ, 1 എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യണം. ഇനി 1 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പറാണോ വരികയാണെന്ന് വിചാരിക്കുക. എൽസ് റിട്ടേൺ n സ്റ്റാർ ഫാക്ട് n-1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് 1 അല്ല 0 അല്ല, ഇനി അതൊന്നും അല്ലാതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. സോ റിട്ടേൺ n എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആണെന്ന് വെച്ചാൽ 5 സ്റ്റാർ ഫാക്ട് ഓഫ് n-1. അപ്പോൾ 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ 4 എന്ന് വരും അല്ലേ. 5 സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വോയിഡ് മെയിലിൽ പോയി ചെക്ക് ചെയ്തു, ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മൾ നോക്കി, അതിനുശേഷം ഇത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, ഇനി നമുക്കിതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ എൻ്റർ ദ നമ്പർ ഹൂസ് ഫാക്ടോറിയൽ യു വാണ്ട് ടു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ 5 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, ആദ്യം നമ്മൾ 5 എന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പോൾ 5 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് ഞാൻ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. വർക്കിങ്ങിൽ ഇവിടെ കണ്ടോ, റിട്ടേൺ 5 സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ 5 ഇട്ട് നോക്കാം. നമുക്ക് 5 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. 5 എന്ന് കൊടുത്തപ്പോൾ ആദ്യം ഇവിടെ പോയി ചെക്ക് ചെയ്തു. 5 ചെക്ക് ചെയ്തപ്പോൾ ഇഫ് n ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു, റിട്ടേൺ 0. 5 നമ്മൾ ചെക്ക് ചെയ്യണം, 0നോട് ഈക്വൽ ആണോ അല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. എൽസ് 5 ഈക്വൽ ടു 1 ആണോ, അതുമല്ല, അപ്പോഴും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 5 സ്റ്റാർ
ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറയും. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതിൻ്റെ ആൻസറാണ് ഇവിടെ 120 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്തായി? n അപ്ഡേറ്റഡ് ആയി 4 ആയി. n അപ്ഡേറ്റഡ് ആയി 4 ആകുമ്പോൾ ഞാൻ വീണ്ടും ആ ഫാക്ടോറിയലിൻ്റെ കേസ് ഞാൻ ചേഞ്ച് ചെയ്തു അല്ലേ? അതിനെ n എന്നുള്ള കാര്യം എന്താക്കി? ഞാൻ അവിടെ 4 ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും 4 എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ 4ന് ഞാൻ എന്ത് ചെയ്യണം? 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തു. അല്ല. 4 ഈക്വൽ ടു 1 ആണോ? അല്ല. വീണ്ടും ഞാൻ 4 സ്റ്റാർ 4 മൈനസ് 1 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ ആണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ 4 സ്റ്റാർ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് 24 എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഞാനത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ആ ഒരു ലൂപ്പ് തീരുന്നത് വരയ്ക്കും നമുക്ക് ചെയ്യണം. അതായത് റിട്ടേൺ 1 സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് 0 കിട്ടുന്നത് വരയ്ക്കും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു. ഫൈനൽ ആൻസർ 120 എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് 1 ബൈ 1 ആയിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ഈ റൈറ്റ് സൈഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ടോട്ടലായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഡയറക്റ്റ്ലി നമുക്ക് എന്താ കിട്ടത്തുള്ളൂ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 120 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന വർക്കിംഗ് പ്രോസസ്സാണ്. നമുക്ക് എന്ത് ചെയ്യും? 5 സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് 4, ദെൻ 4 സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് 1 ബൈ 1 ആയിട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇത് വിത്തിൻ സെക്കൻഡ്സ് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ.